മല പോലെ കേട്ടോ. നമ്മള് താഴേന്ന് ഇങ്ങനെ കേറി മുകളിൽ പോകണം. ഇപ്പൊ നമ്മളൊരു പകുതി വഴി കഴിഞ്ഞിട്ടുണ്ടാണോ. നല്ല മണാണ്. മഴ മാത്രല്ല ദൂരെ വരെ പോണം. ലവണ്ടർ പാർക്ക് ഒന്ന് ലവണ്ടർ ഐസ്ക്രീം കഴിക്കാതെ പോകണം. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. വരുമ്പോ അറിയാ. അയ്യോ നിർത്ത് ബ്രേക്ക് പിടി. ഒരു പതില് കാട്ടും. അത് താഴെ അത്രയും ദൂരം നമ്മൾ നടന്നു കയറിട്ടോ. ഇപ്പൊ നമ്മള് ഓൾമോസ്റ്റ് അതിന്റെ ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കാം. ചൂടോടുകൂടി മഴ വരുമ്പോ ചൂടോടുകൂടി കഴിയണം. അത് രസം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലമാണ് ഹിച്ചിൻ ലാവൻഡർ ഫാം. ഇത് ലാവൻഡർ ഫാം ആണോ? ഹിച്ചിൻ ലാവൻഡർ കാണാനാണ് വന്നിട്ടുള്ളത്. ഇത് ഹാർട്ട് ഫോർട്ട് ഷ്രൈനിലാണുള്ളത്. സോ നമ്മളിങ്ങനെ ബസ് കയറി ട്രെയിൻ കയറി നടന്ന് നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് ഇപ്പം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ പോവാം. വീഡിയോ എടുക്കാം. നല്ല രസമുണ്ട് കേട്ടോ. അതായത് നമ്മളതിൻ്റെ എൻട്രൻസ് കയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വയലറ്റ് പർപ്പിൾ കളറ്. അയ്യോ എന്ത് രസമാണ്. നല്ല രസമുണ്ട്. ഇഷ്ടമായി. ഇപ്പോൾ നമ്മൾ നടന്ന് ദേ ലാവൻഡർ ഫാമിൽ എത്തിയിട്ടുണ്ട്. നല്ല വ്യൂ ആണ്. നല്ല രസമായിട്ട് ഇത് ചെടി ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല എന്താ കളറ് പറയുമ്പോ ലാവൻഡർ നല്ല രസമുണ്ട്. ഇപ്പൊ ഭയങ്കര എന്ത് രസം പറയാം. അതിങ്ങനെ കുന്നിലിങ്ങനെ കയറി കിടക്കാം. അവിടെ കണ്ട അറ്റം വരെ. ഒന്നെങ്കിൽ നമുക്ക് ഈ സ്ഥലത്തേക്ക്, അതായത് ലാവൻഡർ ഫാമിലേക്ക് വരാണെങ്കിൽ ബസ് ട്രെയിൻ അതിന് ആക്സസിബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ നിയർ ബൈ ആയിട്ട് വരെ നമുക്ക് ബസ് ഉണ്ട്. അവിടെ നിന്ന് ഒരു 6 മിനിറ്റ് നടന്നാൽ ലാവൻഡർ ഫാമിലെത്താം. അതേപോലെ തന്നെ ഇപ്പോൾ കാറൊക്കെ വരാണെങ്കിൽ ഇവിടെ കാർ പാർക്കിങ്ങിനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മലയാണ് കേട്ടോ. ആ മലയുടെ അവിടെ ഫുള്ള് ഈ ലാവൻഡർ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നല്ലൊരു വ്യൂ ആട്ടോ. അത് എനിക്ക് പറയാൻ അറിയത്തില്ല എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ടേന്ന്. അത്രയും നല്ല രസമാണ്. നല്ല കണ്ണിന് കുളിർമയാകുന്ന വിധത്തിലുള്ള നല്ലൊരു വ്യൂ ആണ്. ഇത് എൻട്രൻസിൻ്റെ അവിടെയുള്ള ലാവൻഡർ ആട്ടോ. അതാണ് ഇങ്ങനെ കാണുന്നത്. അത് നല്ലൊരു ബ്രൈറ്റ് കളറാണ്. അത് കാരണം നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഇത്ര നേരം കണ്ടത് ഈ ലാവൻഡർ ഫാമിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ആണ്. ഇനി നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പോവാം. അപ്പോൾ അതിൻ്റെ എൻട്രൻസിൽ നമ്മൾ ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്തത് അത് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോവാട്ടോ. ഓ ഒന്നും പറയാലോ, സൂപ്പർ. അവിടെ ഒരു എൻട്രൻസ് കൗണ്ടർ ഉണ്ട്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ള ആ ടൈമിൽ നമ്മൾ എത്തിയത് ഒരു അറൗണ്ട് 9 o'clock ഇത് ഓപ്പൺ ആവണേ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിള്ളേരൊക്കെ ആണെങ്കിൽ വന്നിട്ട് കളിക്കാനൊക്കെ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ സീറ്റിങ്ങിനെ വെച്ചിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. വന്നു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ നല്ല ഇതാട്ടോ. ആൾക്കാർ വന്ന് ഫോട്ടോഷൂട്ടും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ മറന്നുപോയി. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന എക്സൈറ്റ്മെൻറ്റിൽ വ്ളോഗ് എടുക്കാൻ തന്നെ മറന്നുപോയി. നല്ല രസമുള്ള വ്യൂ ആണ്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസായിട്ടും എങ്ങനെയാണെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇതാണ്. നല്ലൊരു സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, എല്ലാം ലാവൻഡർ നല്ലതായിട്ട് വളർന്നിട്ടുണ്ട്. പൂത്തൊലഞ്ഞ് നിൽക്കുന്നു എല്ലാം. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഫോട്ടോഷൂട്ട് സാധനങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ അങ്ങ് ദൂരെ പോട്ടെ. അതിങ്ങനെ കിടക്കുന്ന ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു ഫാമാണ്. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ലാവൻഡർ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുക. ഞാനും കുറച്ച് എടുത്തിട്ടുണ്ട്. ബാക്കി ഇനി കളക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ബാക്കി പോവാം. നല്ല കാറ്റുണ്ട്. ഇടയ്ക്കൊരു മഴ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. പക്ഷേ അത് വിചാരിച്ച് ആരും ഇവിടുന്ന് പോകുന്നും ചെയ്തില്ല കേട്ടോ. എല്ലാവരും നല്ല ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ ഇവിടുന്ന് മറ്റേ ലാവൻഡറൊക്കെ നമുക്ക് പറിക്കാനൊക്കെ പറ്റും. അതിന് ഫീ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തു. ഫോട്ടോ എടുത്തതും വീഡിയോ എടുത്ത് ഞങ്ങൾ ക്ഷീണിച്ച് പോയി. അപ്പോൾ ഇതേ നമ്മൾ ഇനിയും അങ്ങ് ദൂരെ പോവാട്ടോ. ഈ പാടത്തിൻ്റെ ഏറ്റവും അങ്ങ് ദൂരെ പോവാണ്. ഇത്തിരി റിസ്ക് ഉണ്ട്. നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തലയും കുത്തി താഴെ വീഴും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. വാ. ഞാനിങ്ങനെ മൂവീസിലും ഒക്കെയാണ് ഈ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ലാവൻഡർ ഫാം. ഫസ്റ്റ് ടൈം ആട്ടോ അത് കാണുന്നത്. കാരണം ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഇത് കാണാൻ വരുമ്പോൾ. അപ്പോൾ എൻട്രൻസിലെത്തുമ്പോഴേക്കും തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എന്താ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അത് കുറച്ചും കൂടി എക്സൈറ്റ്മെൻറ്റ് കൂടി. അത് നല്ല രസമുണ്ട്. മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം കേട്ടോ, ഇവിടെ UK ഉള്ളവരാണെങ്കിൽ. പറഞ്ഞോ എല്ലാവരും കുഴി
ഇവിടത്തെ പ്രത്യേകം പറയാൻ വന്ന് ഇതിങ്ങനെ പുല്ല് അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് നിൽക്കാം. അപ്പൊ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് അതിവിദഗ്ധമായിട്ട് വേണം നടക്കാൻ. കാലെടുത്തെടുത്ത് വെച്ച് വേണം നടക്കാൻ. നല്ല ലാവണ്ടറിന്റെ ഒക്കെ ഇല്ലേ, നല്ലൊരു മണമുണ്ട്. അത് എനിക്ക് എങ്ങനെയാ പറഞ്ഞു തരണ്ടേന്ന് അറിയത്തില്ല. നല്ല മണ, അടിപൊളിയാണ്. എന്താ പറയാ, ഇപ്പൊ സൈന പറഞ്ഞ മാതിരി നല്ല മണാണ്. മണം മാത്രല്ല, അങ്ങോട്ടേക്ക് അങ്ങനെ ദൂരെ വരെ പോണം. എന്താ പറയാ, നല്ല സാഹസിക ഇതിനെല്ലാം ഇങ്ങനെ വലിഞ്ഞു മാറ്റിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പറയൂ, എങ്ങനെയുണ്ട് ട്രിപ്പ് വന്നിട്ട്? കപ്പിൾസ് ഇവിടെ വന്നാൽ എന്തൊക്കെ ചെയ്യാം? കപ്പിൾസ് വന്നാൽ സൂപ്പർ ആയിട്ട് ഫോട്ടോസ് വീഡിയോസ് അടിപൊളിയായിട്ട് എടുക്കാം. ഒരു രക്ഷയില്ല. അത് നല്ല ക്യാമറ എല്ലാ സാധനങ്ങളും വേണം. അതോടൊപ്പം പ്രോപ്പർട്ടീസ് ആയിട്ട് വന്നാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ക്യാപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനുള്ള സംഭവങ്ങൾ അതും കൂടി വന്നാൽ അടിപൊളി, നല്ല സൂപ്പർ ആയിരിക്കും. ഒരു വൺ ഡേ ട്രിപ്പ് തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നമുക്ക് അവിടെ എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ക്യാൻറ്റീൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ എന്തെങ്കിലും സാധനം ഐസ്ക്രീം ഉണ്ട്, പിന്നെ ചിപ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിക്കാം ഉച്ചയാണോ സമയത്ത്. കൂടൊന്നു കൂട്ടി പൂമരക്കൊമ്പി അപ്പൊ താഴേന്ന് അത്രയും ദൂരം നമ്മൾ നടന്നു കയറിട്ടോ, അത്രയും ദൂരം. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് അതിന്റെ ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, നല്ല രസമുള്ള വ്യൂ, മസ്റ്റ് വിസിറ്റ് ആണ്. അങ്ങനെ തന്നെ ഞാൻ പറയൂ. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ടുള്ള പ്ലാൻ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. എന്നിട്ട് വണ്ടി കയറാ, വന്ന് എൻജോയ് ചെയ്യാം. ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ, അങ്ങനെ അടിച്ചു പൊളിക്കുക, അത്ര എനിക്ക് പറയുള്ളൂ. അത് തന്നെ. അപ്പൊ നമ്മളിങ്ങനെ ബോർഡർ എത്തിയിട്ടുണ്ട്. ബോർഡറിൽ കാലിയാണ്. ഓ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഫൈനലി എത്തി. അയ്യോ, എന്ത് രസം. താഴേക്ക് നോക്കി, നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്നത് അവിടെ നിന്ന് ഇവിടെ വരെ. നല്ല രസമുണ്ട്, നല്ല രസമുള്ള വ്യൂ അല്ലേ? അടിപൊളി, ഒന്നും പറയാനില്ല, ഒന്നും പറയാൻ. ഗംഭീരം. നല്ല മഴ പെയ്തു തുടങ്ങി, ആകാശം മൂടിക്കെട്ടി മഴയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പതുക്കെ ഈ മല ഇറങ്ങാണ്. അപ്പൊ അങ്ങ് ദൂരെ എത്തണം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, കാറ്റുണ്ട്, മഴ പെയ്തോണ്ടിരിക്കണു. അപ്പൊ നമുക്ക് താഴെ പോവാം എത്രയും പെട്ടെന്ന്. ചാമിനെ തൊപ്പി പറന്നുപോയി ഗൈസ്. കാറ്റാണ്. മഴ നമ്മൾ ഓടി ഇറങ്ങിക്കൊണ്ടിരിക്കണം. അത്ര ദൂരം ഇനി പോവാനുണ്ട്. എന്നിട്ട് അവിടെ ഏതെങ്കിലും ഷട്ടിൽ കയറി നിൽക്കണം. നല്ല ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. ഇവിടെ ഉള്ളവർ തീർച്ചയായിട്ടും വരിക. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ലാവണ്ടർ ഫാമിൻ്റെ ഉള്ളിലത്തെ ഒരു ഗിഫ്റ്റ് ഷോപ്പിലാണ്. ഓൾമോസ്റ്റ് നല്ല ഓയിൽസ്, അതുപോലെ തന്നെ സ്പ്രേ, പിന്നെ ഇവിടുത്തെ ഡ്രൈ ഫ്ലവർ, അതുപോലെ തന്നെ ഇത് ഞങ്ങളിപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇവിടുത്തെ ലാവണ്ടർ ഫാമിൻ്റെ ഒരു മാഗ്നറ്റ്. നമ്മളെവിടെ ട്രാവൽ ചെയ്താൽ ഇങ്ങനത്തെ കളക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനുള്ളത് ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ പ്രൈസ് ഉണ്ട്, കാരണം ഇത് ഒറിജിനൽ നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നല്ല ഐറ്റമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റും കേട്ടോ. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. എനിക്ക് വിശന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. നമ്മൾ ക്ലാസിക് ഹോട്ട് ഡോഗ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതേവർ 3 വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മേലെ ഈ സാധനം മൈൽഡ് മസ്റ്റാർഡ്, അത് നമ്മളിങ്ങനെ ഒഴിക്കുകയാണ്. എൻ്റെ വേണ്ട. നല്ല പുതിയാണോ? ആദ്യമായിട്ടോ ട്രൈ ചെയ്യാൻ പോണേ. എല്ലാവരും എക്സൈറ്റഡ് ആണോ? ഞാൻ എക്സൈറ്റഡ് അല്ല, എന്തായാലും കഴിച്ചു നോക്കിട്ട് നമ്മൾ മര്യാദയ്ക്ക് ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്ത് വേണം, കെയർഫുള്ളി ഹാൻഡിൽ വിത്ത് കെയർ. ചൂടുണ്ടോ? നല്ല ചൂടോടുകൂടി, മഴ പെയ്യുമ്പോൾ ചൂടോടുകൂടി കഴിക്കണം. അത് രസം. അല്ലെങ്കിൽ ഒന്നും കഴിക്കാതിരുന്ന് കുറേ ഇങ്ങനെ ദൂരം നടന്നിട്ട് കഴിക്കണം. നല്ല കേട്ടോ. അപ്പോൾ ഒരു സാധനം നമ്മൾ വാങ്ങാണ്ട് പോവില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ലാവൻഡർ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ്ക്രീമാണ്.
നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആണ്. ലവണ്ടർ ഹണി ഉണ്ട്, ഹണി ഉണ്ട്, മിൽക്കും ആഡ് ചെയ്തിട്ടുള്ള നല്ല കോമ്പിനേഷൻ ആണ്. ലവണ്ടർ പാർക്ക് ഒന്ന് ലവണ്ടർ ഐസ്ക്രീം കഴിക്കാതെ പോലെ മിസ് ചെയ്തു. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം. നൈസ്, നല്ല സാധനം. അയ്യോ ചേട്ടാ, ഞാനും കൂടി വന്നോട്ടെ. എവിടൊക്കെ പോട്ടത്? അയ്യോ രക്ഷിക്കണേ, ഈ മക്ക ചെന്നൈ പഠിത്തോണ്ട് പോയി. അപ്പൊ നമ്മള് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോണ വണ്ടിയിൽ വെച്ചിട്ട് അടിപൊളിയായിരുന്നു. വീഡിയോ സൂപ്പർ ആയിരുന്നു. ഫോട്ടോ എടുക്കാൻ വരണവർക്കൊക്കെ ബെസ്റ്റ് ആയിട്ട് ഫോട്ടോ എടുക്കാം. നല്ലൊരു സ്ഥലമാണ്, മസ്റ്റ് വിസിറ്റ് ആണ്. പിന്നെ അടുത്ത പുതിയ വീഡിയോസ് ആയിട്ട് കാണാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമന്റ് അടിച്ചോളൂ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോസ് ആയി കാണാം. അതുവരേക്കും തൃശ്ശൂർ സാരമില്ല, എനിക്ക് ജീവനിൽ കൊതിയുണ്ട്. അപ്പൊ വിടാം. ഓക്കേ, ബൈ ബൈ.